സുൽഫുവോ, നമ്മൾ ഈ കടയിലൊന്ന് നോക്കുക. ഇനിയിപ്പോൾ ഓൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ആയിക്കോട്ടെ. ഇവിടുന്ന് മതി എളാപ്പ, നല്ല കടയിൽ തോന്നുന്നുണ്ട്. മിണ്ടണ്ടനോട് ഇട്ടാ, എനിക്ക് നിന്നെ കാണുമ്പോൾ ദേഷ്യം വരികയാണ്. എളാമ്മ, ഷോക്ക് വെക്കണ ഒരു സാധനം എനിക്ക് വാങ്ങി തരുമോ? അതിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നിങ്ങൾ എടുത്തു തരണ്ട എളാപ്പ, എൻ്റെ ആഗ്രഹം ഒന്ന് പറഞ്ഞൂടെ? നിങ്ങൾ ഇനിയും തുടങ്ങിക്ക ഹോളായിട്ട്. ഇവിടെ വലിയ വിലയുടെ ഡ്രസ്സാണെന്നാ എനിക്ക് തോന്നണത് കേട്ടാ. നിങ്ങളെന്തിനാ ബേജാറാവണ്? കാറ് വിറ്റ പൈസ ഇല്ല നിങ്ങളെടുത്ത്? വല്യമ്മ പറഞ്ഞിരിക്കണ് 2 പറമ്പ് വിറ്റിട്ടാണ് വല്യപ്പ ആ കാറ് വാങ്ങിയതെന്ന്. അത്രയും വില പിടിച്ച കാറാണ് നിങ്ങൾ വിറ്റത്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും, എനിക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങി തന്നില്ലെങ്കിൽ. എനിക്ക് എന്താച്ചാ വാങ്ങിക്കോ, കഴിഞ്ഞില്ലേ കാര്യം? ഇവിടെ തന്നെ മതി ഇട്ട എനിക്ക് ഡ്രസ്സ്. പെൺകുട്ടിയെ, ഇതൊക്കെ കല്യാണ ഡ്രസ്സാണ്. ഇജിപ്പോൾ കല്യാണത്തിനുള്ള ഡ്രസ്സാണ് വാങ്ങണേ? എന്താ എളാപ്പ നിങ്ങൾ പറയണേ? കല്യാണത്തിന് കല്യാണ ചെക്കനല്ലേ കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സും കല്യാണത്തിന് വരുന്ന പോലെ ഡ്രസ്സൊക്കെ ആണുങ്ങളല്ലേ വാങ്ങേണ്ടത്? ആ അതെന്നെ ആയി. എൻ്റെ കല്യാണത്തിന് അങ്ങനെ മതി. വരുന്നവർക്കും എനിക്ക് 4 ദിവസം ഇടാനുള്ളതും ഒക്കെ ഓൻ കൊണ്ടുവരണം. അതെന്തിനാ ഫൈന? പാവല്ലേ. കല്യാണത്തിന് മുമ്പ് തന്നെ ഓൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിയാലേ ഓൻ കല്യാണം കഴിഞ്ഞാലും അധ്വാനിക്കാൻ പോവുള്ളൂ. അല്ലെങ്കിൽ പെണ്ണിൻ്റെ പൈസയും കാത്തിട്ട് വീട്ടുകാരെ പൈസയും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയല്ലേ ഓരോ പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ടാവുന്നത്. എന്നാ പിന്നെ ആണുങ്ങൾ കല്യാണം കഴിക്കലുണ്ടാവൂല കേട്ടാ. കല്യാണം കഴിക്കണ പെൺകുട്ടികൾ വാശി പിടിക്കണം, ഇങ്ങനെ തന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂന്ന്. ചെക്ക ജോലി എടുത്ത പൈസ കൊണ്ടാണോ ഇതൊക്കെ വാങ്ങിയതെന്നും കൂടി ഉറപ്പ് വരുത്തണം.